once again welcome back to our English class. Okay, അപ്പോൾ മറ്റൊരു ഇംഗ്ലീഷിന്റെ വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ദേ എൻ്റെ ബാക്കിലാണ് ചിരിച്ചു നിൽക്കുന്ന വലിയൊരു കുട്ടി എൻച്ചിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് ചാപ്റ്ററിലുള്ള വീഡിയോ ആണ് മിസ് എടുക്കാൻ പോകുന്നത്, ഏത് ചാപ്റ്ററിലുള്ള ഒരു കോണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ടോപ്പിക് ആയിരിക്കും. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫ്രം അവർ ചാപ്റ്റർ ദി ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. അല്ലേ, ആ ഒരു ചാപ്റ്ററിലെ വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലേ, പക്ഷേ നമ്മൾ ഇന്ന് ട്രെയിനിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് മിസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നത്? ഞാൻ കൊണ്ടുവന്നത് പിരമിഡ്സ് ആണ്. അല്ലേ, യെസ്, ഇത് നമുക്കറിയാം ദിസ് ആ പിരമിഡ്സിലെ പിരമിഡ്സ് ആണ്. ഭയങ്കരമായ നിഗൂഢ രഹസ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന പിരമിഡുകളാണ് എന്ത് ബാക്കിൽ കാണുന്നത്. ഓക്കെ, നോക്കിവിടെ ഈ പിരമിഡ് പറയുന്നത് നമുക്കറിയാം നമ്മളിതിന്റെ സോഷ്യൽ ഭാഗമൊന്നുമല്ല പഠിക്കുന്നത്. അല്ലേ, നമ്മളിതിന്റെ എന്താ മമ്മീസ് ഇതിനെ സൂക്ഷിക്കുന്നു, അതിനെന്താണ് അതൊന്നും അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് കടെടുക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ കടെടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിന്റെ ഈ പിരമിഡ് ഷേപ്പ്, രണ്ടാമത്തത് പിരമിഡ് എന്നുള്ള ഈ ഒരു പേരും നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഇംഗ്ലീഷിലേക്ക് ഇങ്ങോട്ട് കടമെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയാ ഒരു ഗ്രാമർ വശത്തേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. നോക്കിവിടെ നമ്മുടെ ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റി 5 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്ക്, റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. നമ്മുടെ പാസേജ്, നമ്മുടെ സ്റ്റോറി എന്നുള്ളൊരു പാസേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ചില വാക്കുകൾ, ചില ഫ്രേസ് എന്ത് ചെയ്തിട്ടുണ്ട് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നോക്ക്, ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. നമുക്കറിയാം നമ്മുടെ കുഞ്ഞി ട്രെയിൻ, ദ ലിറ്റിൽ ട്രെയിൻ എന്താണ് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ക്യാരി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം പറയുന്നത് എന്താണ്, ബിഗ് റൗണ്ട് ഓറഞ്ചസ്, നല്ല വലിയ എന്താണ് അല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചസ് ഉണ്ട്. ദേ എന്താണ് ഫാറ്റ് റെഡ് ആപ്പിൾസ്, നല്ല ഉരുണ്ട ചുവന്ന ആപ്പിൾസ് ഉണ്ട്. നോക്ക്, ലോങ് യെല്ലോ ബനാനാസിൽ നല്ല നീണ്ട എന്താണ് നീളമുള്ള നേന്ത്ര പഴമുണ്ട്. നെക്സ്റ്റ് ഫ്രഷ് കോൾഡ് മിൽക്ക്, അല്ലേ എന്താണ് കോൾഡ് മിൽക്കും ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കോൾഡ് നല്ല തണുത്ത എന്താണ് പാലും ഉണ്ട്. ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ, ഇതൊക്കെ ഡിന്നറിന് ശേഷം കഴിക്കാനുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക്. ലുക്ക് അറ്റ് ദ വേർഡ് പിരമിഡ് ആൻഡ് മേക്ക് മോർ സച്ച് വേർഡ് പിരമിഡ്. സോ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേർഡ് പിരമിഡാണ്. എന്താ വേർഡ് പിരമിഡ് പറഞ്ഞാൽ? ഇവിടെ നോക്ക് നിങ്ങൾ, കാർ അല്ലേ, നമ്മളൊരു നൗണിന് എന്ത് ചെയ്യും, ആ നൗണിന് നമ്മൾ ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്ത് ആ നൗൺ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥം പൂർണ്ണമാകുന്ന സെൻറ്റൻസ് വരെ നമ്മൾ എന്ത് ചെയ്യും അതിനെ വലുതാക്കി കൊണ്ടുവരും. ഇവിടെ നോക്ക്, ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് കാർ മാത്രം. നമുക്ക് എന്തൊക്കെ ചോദിക്കാം, എന്ത് കാറാണ്, ഏത് കളർ കാറാണ്, ഏത് കമ്പനിയുടെ കാറാണ്, ആരുടെ കാർ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലേ, അപ്പോൾ ഒരു നൗണിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു അർത്ഥമുള്ള സെന്റൻസ് ആക്കി മാറ്റി ഇങ്ങനെ വരുന്ന ആ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യും നമ്മൾ ഇതേപോലെ വേർഡ് പിരമിഡ്സ് ആക്കിയിട്ടാണ് പഠിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മൾ കൊടുത്തത് എന്താണ്, കാർ. നമ്മളിങ്ങനെ പറയാണ് കാർ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറയാണ് വെറും കാർ എന്നല്ല, ദി കാർ, അതൊരു പ്രത്യേക കാറാണ്, ദി കാർ. നെക്സ്റ്റ് നമ്മൾ അതിനെ പറയാണ് ദി ബ്ലൂ കാർ. ആക്ച്വലി ആ കാറിന്റെ കളർ എന്താണെന്ന് ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ, ബ്ലൂ കളർ കാറാണ് അത് നമ്മൾ പറയാണ്. എന്നാലും നമ്മൾ നിർത്തുന്നില്ല, വീണ്ടും നമ്മൾ അതിന് എന്ത് ചെയ്യാണ് ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. ഓ എന്തൊരു ഭംഗിയുള്ള നീല കാറാണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് അവിടെ ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി അവിടെ നമ്മൾ നിർത്തിയില്ല, ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. ഇപ്പം നമ്മൾ ഒരു സംശയം ചോദിക്കേണ്ടത് എന്ത് കാർ അതിരുന്നു, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയി എന്താ കാറിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് വിശദീകരണം. ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ എന്നായി എന്ത് നമ്മൾ എഴുതിയത്. അല്ലേ, സോ ഇതാണ് എന്ത് വേർഡ് പിരമിഡ്. ഇനി നമുക്ക് ഇവിടെ നോക്ക്, ഓറഞ്ചും ഫ്ലവേഴ്സും തന്നിട്ടുണ്ട്. അല്ലേ, നമുക്ക് ഓറഞ്ചിൻ്റെ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ നൗൺ മാത്രം കൊടുത്ത് ഓറഞ്ച്. ഓക്കെ, വാട്ട് ഓറഞ്ച്, ഫ്രഷ് ഓറഞ്ച് ആണോ, അല്ലെങ്കിൽ ചീഞ്ഞ ഓറഞ്ച് ആണോ, ചെറുതാണോ, വലുതാണോ, പഴുത്തതാണോ, പച്ചയാണോ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ പറയാൻ പോണേ ഓറഞ്ച് ആണ്. ഓക്കെ, ദി ഓറഞ്ച്. നമ്മൾ ആ ഓറഞ്ച് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യാൻ പോവാണ്, എങ്ങനത്തെ ഓറഞ്ച്, ദി ഓറഞ്ച്. ഓ മൈ ഗോഡ്, ദ ബിഗ് ഓറഞ്ചസ്. ഓക്കെ, വലിയ ഓറഞ്ചസ് ആണ്. ഓക്കെ, വലിയ ഓറഞ്ചസ് ആണ്. നെക്സ്റ്റ് വൺ ദ ബിഗ് റൗണ്ട് ഓറഞ്ചസ്. എന്താണ് വലുതാണ്, റൗണ്ട് ഇൻ ഷേപ്പുള്ള ഓറഞ്ചസ് ആണ്. ഇവിടെ നോക്ക്, നമ്മൾ ഇവിടെ ഒരു പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് താഴെയുള്ള സെൻറ്റൻസ് ആകുമ്പോഴേക്കും എന്താ ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ള സെൻറ്റൻസ് ആയില്ലേ, അർത്ഥം കംപ്ലീറ്റ് ആവുന്ന ഒരു സെൻറ്റൻസ് ആക്കി നമ്മൾ മാറ്റി. നെക്സ്റ്റ് വൺ നോക്ക്, ആപ്പിളിനെ കുറിച്ചാലേ. നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് ആപ്പിൾ, നൗൺ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അടുത്ത് നമ്മൾ എന്ത് കൊടുത്ത്, ദി ആപ്പിൾ. നമ്മളവിടെ ആർട്ടിക്കിൾ കൊടുത്തു, ഒരു പ്രത്യേക ആപ്പിൾ ആണല്ലേ. പക്ഷെ എന്താണ് വീണ്ടും നമ്മൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, ദി ഫാറ്റ് ആപ്പിൾ. ഓ മൈ ഗോഡ്, ഉരുണ്ട നല്ല ആപ്പിളാണ്, ഫാറ്റ് ആപ്പിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മീനിങ് ഫുൾ സെന്റൻസ് ആക്കി. എങ്ങനെ നമ്മൾ പറയും, ഇത് ഇസ് എ റെഡ് ഫാറ്റ് ആപ്പിൾ. ഓ മൈ ഗോഡ്, നല്ല ചുവന്ന നല്ല ഉരുണ്ട ആപ്പിൾ ആണല്ലേ. നമ്മളെ ആപ്പിൾ വന്നത് ചീഞ്ഞതും കെട്ടതും ഒന്നുമില്ല, ഉണങ്ങി ചുരുണ്ടതുമല്ല, എന്താണ് നല്ല ഫാറ്റ് തുടുത്ത് നല്ല ചുവപ്പ് കളറുള്ള എന്താണ് ആപ്പിൾസ് ആണ്. നെക്സ്റ്റ് നോക്കൂ, വി ഹാവ് ബനാനാസ് ഹിയർ. ഓ മൈ ഗോഡ്, ഫസ്റ്റ് വൺ വി ഹാവ് ബനാന ഓൺലി. അല്ലേ, ആദ്യം നമുക്ക് ബനാനാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ദി ബനാനാസ്.
ബനാനാസ് എന്തോ പ്രത്യേകത ഉണ്ട്? ദി ലോങ് ബനാനാസ്, നല്ല നീളമുള്ള നേന്ത്രപ്പഴം പഴമാണ്. നെക്സ്റ്റ് വന്ന് നോക്ക്, ദ ലോങ് യെല്ലോ ബനാനാസ് അല്ലേ. നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൊടുത്ത് നീളമുള്ളത് അതിൻ്റെ ഒരു സൈസിന് നമ്മൾ മെൻഷൻ ചെയ്തു. യെല്ലോ അതിൻ്റെ കളർ നമ്മൾ മെൻഷൻ ചെയ്തു. ബനാനാസ് നൗൺ നീളമുള്ള നല്ല മഞ്ഞളി പഴുത്ത പഴം എന്ന് നമ്മളോട് കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ത് ചെയ്തു ഇവിടെ നമ്മൾ ഉണ്ടാക്കി. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴാണ് അത് വേർഡ് പിരമിഡ് കംപ്ലീറ്റ് ആവുന്നത്. അടുത്തത് പാലാണ്. എന്ത് പാലെന്നറിയില്ല, ആരെ പാലെന്നറിയില്ല, പശുമ്പാലാണോ ആട്ടുംപാലാണോ ഇതൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പം നമ്മൾ എന്താണ് നോക്കാൻ പോവാണ്? മിൽക്കാണ് ഫസ്റ്റ് വൺ. നോക്ക്, മിൽക്ക്, ദ മിൽക്ക്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു this is a fresh milk അല്ലേ. ഫ്രഷ് ആയിട്ടുള്ള മിൽക്കാണ്. ഇപ്പം എന്താ കറന്ന് വെച്ചിട്ടുള്ളൂ, ഫ്രഷ് മിൽക്കാണ്. നെക്സ്റ്റ് വന്ന് നമ്മൾ എന്താ പറയുന്നത്? ഫ്രഷ് മാത്രമല്ല, ചൂടോ കാച്ചിയതോ ഒന്നുമില്ല. ദിസ് ഇസ് എ ഫ്രഷ് കോൾഡ് മിൽക്ക് അല്ലേ. നല്ല തണുത്ത പാലാണ് കുടിച്ചാൽ നല്ല എന്തുണ്ടാവും? ആരോഗ്യത്തെ ഹെൽത്തി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം. സോ ദിസ് ഇസ് ദ ഫ്രഷ് കോൾഡ് മിൽക്ക് അല്ലേ. ഫ്രഷ് കോൾഡ് മിൽക്കാണ് ഇത് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുക? വേർഡ് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുക. മിസ് പറഞ്ഞു നമ്മളൊരു നൗൺ, ഒരു പേരിൽ നിന്നും നമ്മൾ തുടങ്ങി അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ നിറവും വർണ്ണവും ഇതൊക്കെ നമ്മൾ കൊടുത്ത് അല്ലെ, നിറം കൊടുത്തു, അതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു, ഒക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താണ്? ദ ഫ്രഷ് കോൾഡ് മിൽക്ക് എന്നുള്ള ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് എത്തിച്ചു. അപ്പം നമ്മുടെ വേർഡ് പിരമിഡ് എന്തായി? കംപ്ലീറ്റ് ആയി. വേർഡ് പിരമിഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പം എന്ത് ചെയ്യണം? ഇതേപോലെ കൂടുതൽ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ബി വിത്ത് സാലം. ഓക്കെ, സാലം ലേണിങ്ങിൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.